ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ഗംഗയുടെ വിവാഹ നിശ്ചയത്തിനുള്ള തട്ട് കൈമാറുന്ന സമയമായി. ജയശ്രീ, നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക, ശാരദ നീയും വാ എന്ന് പറഞ്ഞ് ജയപാലൻ ചെറുക്കൻ്റെ അമ്മയും നമ്മുടെ ശാരദയും പിടിച്ച് അഭിമുഖമായിട്ട് നിർത്തുകയാണ് കേട്ടോ. അപ്പം തട്ട് കൈമാറാൻ തുടങ്ങുമ്പോഴത്തേക്കും എവിടെ നിന്നോ ഒരു ചെറിയ പയ്യൻ ഓടി വന്ന് ആ തട്ടൊക്കെ താഴെ ഇടുക. അച്ഛാ എന്നും പറഞ്ഞ് സുനീപിൻ്റെ മടിയിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇതാരാ, ഇത് ഏതാ ഈ കൊച്ച് എന്ന് അപ്പം എല്ലാവരും പരസ്പരം നിന്ന് പറയാം. ഇതേസമയം നമ്മുടെ ലൂസി ചേച്ചി അവിടെ നിൽക്കുന്ന അയലോക്കത്തുള്ള ആലി ചേച്ചിയോട് പറയും, എന്നതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തായാലും നീ ഇതെല്ലാം വീഡിയോ പിടിച്ച് വെച്ചോ, ഫോട്ടോയും എടുത്തോ, ആവശ്യം വരും. എൻ്റെ മോൻ എപ്പോഴും പറയാറുണ്ട് ഇഷ്ടം പോലെ സ്റ്റോറേജ് ഉണ്ട് എൻ്റെ ഫോണിൽ നിന്ന്, ചാറ് എടുത്തോ എന്ന് പറയണം കേട്ടോ. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ ഗംഗയും തറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ ഇപ്പം ശാന്തിയോട് ജയപാലൻ ചോദിക്കും, ഒരു തവണ തട്ട് താഴെ വീഴുന്നോർത്ത് ദോഷമൊന്നുമില്ലല്ലോ. ഏയ് എന്തോന്ന് ദോഷം, ഇതൊക്കെ മനുഷ്യരുണ്ടാക്കുന്നതല്ലേ, മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്, നിങ്ങൾ ഒരിക്കൽ കൂടി കൈമാറിക്കോളൂ എന്ന് പറയണം കേട്ടോ. അത് തട്ടും കൈമാറാൻ വരട്ടെ, ആരാ ഈ പയ്യൻ എന്ന് അപ്പം ശാരദ ഇച്ചിരി ശബ്ദം ഉയർത്തി ചോദിക്കുക. ഇതെന്തോന്ന് ചോദ്യമാ എന്ന് അപ്പം ചെറുക്കൻ്റെ കൂടെ വന്ന ഒരു സ്ത്രീ പറയണം കേട്ടോ. അത് സനൂപിൻ്റെ മകൻ വിനു എന്ന് പറയാം. മകനോ എന്നെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അതെ മകൻ, ഇതൊക്കെ എന്താ നിങ്ങൾ അറിയാത്തതുപോലെ ചോദിക്കുന്നേ എന്ന് അപ്പം ജയശ്രീ ചെറുക്കൻ്റെ അമ്മയും ചോദിക്കുക. എന്ത് മകനോ, അപ്പം ഇയാളുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് അവിടെ നിന്നവർ ചോദിക്കുകയാണ് കേട്ടോ പരസ്പരം. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും ഗംഗ ആകെ തകർന്ന് നിൽക്കുകയാണേ. അപ്പോൾ കാവേരി അകത്തേക്ക് കയറി വരിക. എന്നിട്ട് കാവേരി പറയും, ഇപ്പം ഈ നിമിഷം എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിക്കോണം, എൻ്റെ ഗംഗേച്ചിക്ക് ഒരു രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിക്കേണ്ട ഗതികേട് എന്തായാലും വന്നിട്ടില്ല എന്ന് പറയണം കേട്ടോ. ഇതാണോ ജയപാലങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കൊമ്പത്തെ ആലോചന? അല്ല, ഇപ്പം മകൻ വന്നതുപോലെ പിന്നാലെ അമ്മയും കയറി വരുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം എന്ന് ചോദിക്കാം. ദേ കാവേരി, അനാവശ്യം വിളിച്ച് പറയരുത്, ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ട്, ആരെങ്കിലും രണ്ടാമത് കല്യാണം കഴിക്കുമോ എന്ന് അപ്പം ജയപാലൻ കാവേരിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. ഓ, അപ്പം രണ്ടാം കെട്ടാണെന്നുള്ള കാര്യം നിഷ്കളങ്കനായ ജയപാലങ്കളിന് അറിയായിരുന്നല്ലേ? അപ്പം അതെന്ത് പറച്ചില്ല നിങ്ങളൊക്കെ പറയുന്നേ, ജയപാലനോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുള്ളതായിരുന്നല്ലോ എന്ന് ജയശ്രീ പറയാം. അപ്പം ശാരദ ജയപാലൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ഞാൻ കേട്ടതൊക്കെ സത്യമാണോ ജയപാലേട്ടാ, ഇത് രണ്ടാം കെട്ടുകാരനാണെന്ന് നിങ്ങൾക്കറിയായിരുന്നോ എന്ന് ചോദിക്കും. അത് ശാരദ, എനിക്കറിയായിരുന്നു, പിന്നെ എപ്പോഴാണേലും പറയാലോ എന്ന് കരുതി. പിന്നെ പറയേണ്ട കാര്യമാണോ ചെറുക്കൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്നുള്ള സത്യം? ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ജയപാലേട്ടൻ എന്താ നേടാനുള്ള എന്ന് ചോദിക്കാം. ആഹാ, ഇപ്പം ഞാനായോ കുറ്റക്കാരൻ? ഈ കുടുംബത്തെ എങ്ങനെയെങ്കിലും സഹായിക്കാമെന്ന് കരുതി ഒരു കല്യാണാലോചന കൊണ്ടുവന്നപ്പം ഇപ്പം എൻ്റെ തലയിലായി കുറ്റം മുഴുവനും. ചെറുക്കൻ്റെ രണ്ടാം കെട്ടാണ്. എൻ്റെ ശാരദ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാനൊന്നും ഇല്ല, ചെറുക്കൻ അധികം പ്രായമൊന്നും ഇല്ലല്ലോ. അതുമാത്രമല്ല, ഈ പയ്യൻ്റെ അമ്മയുടെ കൂടെ അധികം നാളും ഒന്നും ജീവിച്ചിരുന്നിട്ടില്ല, ഏതാണ്ട് ഒരു വർഷം. അതിനുള്ളിൽ ഭാര്യ ശ്രീലത മരിച്ചും പോയി. പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷനാവുന്നേ എന്ന് ചോദിക്കുക. ജയപാലേട്ടൻ ഇനി കൂടുതലൊന്നും പറയണ്ട എന്ന് ശാരദ പറയണം. അപ്പം അവിടെ നിന്ന് വേറൊരു ബന്ധു കല്യാണ ചെറുക്കൻ്റെ പറയും, ദേ നിങ്ങളെന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ, നിങ്ങളെല്ലാ കാര്യവും അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ കരുതിയത്. അപ്പം അവിടെ ഉള്ള അയലോക്കംകാരൊക്കെ ചോദിക്കും, അല്ല ഈ ചെറുക്കൻ എത്ര വയസ്സുണ്ട്? അതെന്ത് ചോദ്യം, ഇവനിപ്പം 40 കഴിഞ്ഞു, 45 ഏകദേശം ആകാറായി എന്ന് അതിലൊരുത്തം പറയണം കേട്ടോ. 40-45 വയസ്സുള്ള ചെറുക്കനെ കൊണ്ടാണോ ഈ തങ്കം പോലെ ഇരിക്കുന്ന ഗംഗമ്മോളെ കല്യാണം കഴിപ്പിക്കുന്നത് എൻ്റെ ശാരദയെ എന്ന് ലൂസി ചേച്ചി ചോദിക്കാം. അപ്പം അടുത്ത് നിൽക്കുന്ന ആലിസ് ചേച്ചി പറയും, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നേ, ഇതവരുടെ കുടുംബകാര്യമല്ലേ, എങ്കിലും എന്തൊക്കെയാണ് ഇവിടെ കാണുന്നേ, ഇതൊക്കെ ചോദിച്ചു പോകുകയല്ലേ അറിയാതെ എന്ന് ആ സ്ത്രീ പറയണം കേട്ടോ. അപ്പം ചെറുക്കൻ്റെ കൂടെ വന്നാൽ മറ്റൊരു ബന്ധു പറയൂട്ടോ, നിങ്ങൾ ഒന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയണ്ട, ഇത് ഇവൻ്റെ രണ്ടാം കെട്ടാ, പിന്നെ ഇവൻ്റെ ആദ്യ ഭാര്യയെ പ്രാന്തി കയറിയപ്പം ഇവൻ ചവിട്ടിക്കൊന്നതാണെന്നൊക്കെ ചില വിവരദോഷികളായ നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനൊന്നും അല്ല സത്യം, ദേ ഇവൻ്റെ ആദ്യ ഭാര്യയുടെ ബന്ധുക്കളും ഇവിടെ വന്നിട്ടുണ്ട്, അവരോട് ചോദിച്ചു നോക്ക് എന്ന് പറയാം. അപ്പം ചെറുക്കൻ്റെ അമ്മ മുന്നിലോട്ട് കയറി നിന്നിട്ട് പറയും, അത് പിന്നെ വിനുമോനെ അവൻ്റെ അമ്മ വീട്ടുകാരുടെ ഒപ്പം ആയിരുന്നേ, ഇന്നിപ്പം അവർ ഈ കല്യാണ നിശ്ചയത്തിന് വന്നുകൂടെ അവനും ചാടി വണ്ടിയിൽ വരുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. മിനിമോ നല്ല കുസൃതി കുട്ടിയാണേ, എന്നെക്കൊണ്ട് തന്നെ അവനെ നോക്കാനൊന്നും പറ്റുന്നില്ല, അതാ പിന്നെ സുനീപിനെ കൊണ്ട് പെട്ടെന്നൊരു കല്യാണം കഴിപ്പിച്ചേക്കാന്ന്. ഇതിപ്പം തങ്കം പോലൊരുത്തൊരു മോനെ കൂടിയല്ലേ ഗംഗയ്ക്ക് കിട്ടാൻ പോകുന്നേ, ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ എന്ന് ചോദിക്കാം. അപ്പം കാവേരി പറയും, എൻ്റെ ഗംഗേച്ചിക്ക് ഇത്രയും ഭാഗ്യമൊന്നും വേണ്ട, ഒരു രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിക്കുന്നതും പോരാഞ്ഞിട്ട് അയാളുടെ ആദ്യ ബന്ധത്തിലെ കുട്ടിയെ കൂടി ഫ്രീ ആയിട്ട് കിട്ടാൻ മാത്രം എൻ്റെ ഗംഗേച്ചി അത്രയ്ക്ക് ഗതികെട്ടവരൊന്നും അല്ല, ഗംഗേച്ചിയുടെ കല്യാണം നടന്നില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനൊരു ബന്ധം വേണ്ട എന്ന് കാവേരി തീർത്ത് പറയണം. ദേ ഇവിടെ മുതിർന്നവർ സംസാരിക്കാനുള്ളപ്പം നീ ഇവിടെ കയറി സംസാരിക്കേണ്ട എന്ത് കാര്യമുള്ളത് എന്ന് കാവേരിയോട് അപ്പം ജയപാലൻ ചോദിക്കുക. ദേ ഇവിടെ
ഇവിടെ കല്യാണ നിശ്ചയമില്ല, ഒന്നുമില്ല, ഇപ്പം തന്നെ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം എന്ന് പറഞ്ഞ് കാവേരി അവിടെ നിന്ന് മാറുക. അപ്പം ഇതെല്ലാം കണ്ടും കേട്ടും ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വിനീത്. എന്തൊക്കെയാണ് നിവിനെ ഇവിടെ നടക്കുന്നേ? നിന്റെ അമ്മാവൻ എന്താ ഇങ്ങനെ? ഗംഗയുടെ സൗന്ദര്യത്തിന് അവളുടെ യോഗ്യതയ്ക്കും ഇങ്ങനൊരു ബന്ധമാണോ അവൾക്ക് വരാനുള്ളൂ? ഒന്നുമല്ലേലും എങ്ങനെ ജീവിച്ചത് അവള്? ഒത്തിരി കാശൊന്നും ഇല്ലാത്ത ബന്ധം വരുവാണേലും അവളുടെ പ്രായത്തിന് ഒതുങ്ങുന്ന ബന്ധത്തെ നിന്റെ അമ്മാവന് കൊണ്ടുപോരാൻ പറ്റില്ലായിരുന്നോ? എന്നിട്ട് അതൊന്നും ചെയ്യാതെ എന്തിനോ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വിനീതേ. കാവേരി എപ്പോഴും പറയും നിന്റെ അമ്മാവൻ ചതിയനാ, അയാൾ കാരണമാ കാവേരിയുടെ കുടുംബം നശിച്ചത്, അച്ഛൻ മരിച്ചതെന്നൊക്കെ. പക്ഷേ കാവേരി ചുമ്മാ വിടുവാത്തരം പറയുന്നതായിട്ടേ ഞാൻ ഇന്ന് വരെ അത് കരുതിയുള്ളൂ. പക്ഷെ അവൾ പറയുന്നതിനും കാര്യമുണ്ടെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടെന്ന് നീനും പറയണം കേട്ടോ. പാവം ഗംഗ, അവളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് എല്ലാവരും കൂടി ഒത്തു കളിക്കുന്ന എന്തിനാടാ എന്ന് പറഞ്ഞ് നമ്മുടെ വിനീത് അവിടെ നിന്ന് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വിനീതിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിവിനും അടുത്ത് തന്നെ ഉണ്ട്. ഗംഗേനെ വിളിച്ചുകൊണ്ട് നമ്മുടെ കാവേരി റൂമിലോട്ടും പോവാം. റൂമിൽ പോയി എന്ത് പറയണമെന്നറിയാതെ ഗംഗ നിൽക്കുകയാണ്. അവളുടെ ചുറ്റും എല്ലാവരും ഉണ്ട് കേട്ടോ. ഗംഗേച്ചി ഒന്നും കൊണ്ട് സങ്കടപ്പെടണ്ട, ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് കാവേരി ഉറപ്പ് കൊടുക്കുക. ഇതേ സമയം നമ്മുടെ ശാരദയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ശാരദയുടെ പിന്നാലെ ജയപാലനും പ്രവീണയും വരിക. ശാരദ, നീ എന്തുദ്ദേശിച്ചിട്ടാ? എനിക്കൊരു അബദ്ധം പറ്റി, രണ്ടാം കെട്ടുകാരനാണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് പറയാതെയൊന്നും ഞാൻ ഇരിക്കത്തില്ലായിരുന്നു. നിശ്ചയം കഴിഞ്ഞിട്ടാണേലും ഞാൻ പറഞ്ഞേനെ. എന്താ ജയപാലേട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള യോഗ്യതയെ എൻ്റെ മോൾക്കുള്ളോ? യോഗ്യതയുടെ കാര്യമൊന്നും നീ പറയരുത്. അരവിന്ദൻ ഉണ്ടായിരുന്ന സമയത്തെ ജീവിതമാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്? കയ്യിലാണ് 10 പൈസയില്ല. പിന്നെ എല്ലാ മക്കൾക്കും വേണ്ടുവോളം ചീത്തപ്പേര് നിന്റെ രണ്ടാമത്തെ മകള് കാവേരിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. പിന്നെ ഈ ബന്ധം തന്നെ വന്നതേ ഭാഗ്യമാണെന്നേ ഞാൻ പറയുള്ളൂ. നീ ആയിട്ട് ഇത് കളയാൻ നിൽക്കരുത്. പ്രവീണ പറയും, ശാരദ രണ്ടാം കെട്ടാണെന്നുള്ള കാര്യം എനിക്കും അറിയായിരുന്നു. ഞാൻ കരുതിയത് ശാരദ അറിഞ്ഞുകൊണ്ടാണ് ഇതിനെല്ലാം സമ്മതിച്ചതെന്ന്. ഇതിപ്പം ഞങ്ങളെ കൂടി അപമാനിച്ചതുപോലെ ആയില്ലേ? ജയപാലേട്ടൻ നിങ്ങളുടെ കുടുംബകാര്യത്തിനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നത്തിന് ഓടി നടക്കുന്നതിനേക്കാൾ കൂടുതൽ നടക്കുന്നു. ജയപാലേട്ടന് അത്രയേറെ കാരുണ്യവും കരുണയൊക്കെ ഈ കുടുംബത്തോട് ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഇപ്പോൾ വന്ന് ഈ ആലോചന തട്ടിത്തെറിപ്പിച്ച് കളയരുത്. നല്ല ആസ്തിയുള്ളവരാ. ഈ കല്യാണ ബന്ധം നടന്ന ഗംഗയുടെ ഭാഗ്യം വന്നേ ഞാൻ പറയുള്ളൂ. അവൾക്ക് ഈ നാട്ടിൻപുറത്ത് ജീവിക്കുന്നതൊന്നും ഇഷ്ടമായിരുന്നില്ല. ഇതിപ്പം ചേർത്തലെ പോയി ആഡംബരപൂർവ്വം അവൾക്ക് ജീവിക്കാം. അത്രയ്ക്ക് സ്വത്തുള്ളവരാ. അതുമാത്രോ ഇളയതുങ്ങളുടെ ഭാവിയും അതോടുകൂടി രക്ഷപ്പെടും. നീയായിട്ട് വന്നു കയറിയ മഹാലക്ഷ്മിയെ കളയരുത് എന്ന് പ്രവീണയും ഉപദേശിക്കുകയാണ് കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മകൾ രാഗിണിക്കായിരുന്നെങ്കിൽ ഇങ്ങനൊരു കല്യാണാലോചന പ്രവീണ സമ്മതിക്കുമായിരുന്നോ ഒരമ്മ എന്ന നിലയിൽ? അതെന്ത് വർത്തമാന ശാരദ നീ പറയുന്നത്? എൻ്റെ മകൾക്ക് അതിൻ്റെ എന്താവശ്യമുള്ളത്? അവളുടെ കല്യാണം ആഡംബരപൂർവ്വം നടത്താനുള്ളതെല്ലാം ഞങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് നല്ല വിദ്യാഭ്യാസവും ഉണ്ട്. അവളുടെ വിദ്യാഭ്യാസത്തിന് ഒതുങ്ങുന്ന ഒരു പയ്യനെ തന്നെ ഞങ്ങൾ കണ്ടെത്തി അവളുടെ കല്യാണം നടത്തൂ. അച്ഛനും അമ്മയും ഒക്കെ അവൾക്ക് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ശാരദ ആ പറയുന്നത് വളരെ തെറ്റായിപ്പോയി. ഗംഗയുടെ അവസ്ഥയായിട്ട് എൻ്റെ രാഗിണിയെ താരതമ്യപ്പെടുത്തിയതേ തെറ്റ്. ഓ, അപ്പം നിങ്ങളുടെ മകൾക്കൊരു ന്യായം, എൻ്റെ മകൾക്ക് മറ്റൊരു ന്യായം അല്ലേ എന്ന് ശാരദ ചോദിക്കുകയാണ് കേട്ടോ. എൻ്റെ ശാരദയെ നീ ഇങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തരുതേ. ഞങ്ങൾ നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത്. കാവേരിക്ക് ഒരു കടിഞ്ഞാനിടാനും ഇങ്ങനൊരു ബന്ധം തന്നെയാണ് നല്ലത്. പിന്നെ ഗംഗ ഈ നാട്ടുമ്പുറത്തു നിന്നൊക്കെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. നീ നന്നായിട്ട് ആലോചിക്കുക. ഞാനെന്തായാലും അകത്തേക്ക് കയറി ചെന്ന് അവരെല്ലാം ഒന്ന് സമാധാനപ്പെടുത്തട്ടെ. ഇപ്പം തന്നെ ഞാൻ എന്തോ തെറ്റ് ചെയ്തതുപോലെ അവരൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ട് ജയപാലനും പിന്നാലെ പ്രവീണയും കയറി പോവാണ് കേട്ടോ. നമ്മുടെ ശാരദ എന്ത് ചെയ്യണമെന്നറിയാതെ അരവിന്ദൻ്റെ ഫോട്ടോയുടെ മുന്നിൽ പോയി നിൽക്കുക. അരവിന്ദേട്ടൻ എപ്പോഴും പറയാറില്ലേ അരവിന്ദേട്ടൻ്റെ ശാരദ ഒരു പൊട്ടിയാണെന്ന്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും ഒരു നിശ്ചയമില്ല അരവിന്ദേട്ട. എനിക്കൊരു വഴി കാണിച്ചതാ. ഞാൻ എന്താ പറയേണ്ടത് അവരോട് എന്ന് ചോദിക്കാം. ഞാനിപ്പോഴും എന്തെങ്കിലും മണ്ടത്തരം ചെയ്യും. എൻ്റെ ഗംഗയുടെ ജീവിതം നമുക്കങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റുമോ? നമ്മുടെ മൂത്ത മോളല്ലേ, നമ്മൾ താഴത്തും തലയിലും വയ്ക്കാതെ വളർത്തിയതല്ലേ അവളെ. അവൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരാളുടെ തീരുമാനത്തിൽ മേല ഇപ്പം അവളുടെ ഭാവി കിടന്ന് ആടുന്നത്. അപ്പം പെട്ടെന്ന് നമ്മുടെ അരവിന്ദൻ പിന്നിൽ നിന്ന് വിളിക്കുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ. ഗംഗയ്ക്ക് കാര്യത്തിൽ എനിക്ക് അന്നും ഇന്നും എന്നും ഒരു തീരുമാനം ഉണ്ടായിരുന്നുള്ളൂ. ആ തീരുമാനം എൻ്റെ കൂടെ ഇത്രയും വർഷം ജീവിച്ച നിനക്കറിയില്ലേ ശാരദ എന്ന് ചോദിക്കാം. അവളുടെ ഇഷ്ടമില്ലായ്മ കൊണ്ട് എൻ്റെ തീരുമാനത്തിൽ ഞാൻ മാറ്റം വരുത്തി. അത് എൻ്റെ മകളുടെ മേലെ എൻ്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. പിന്നെ ജയപാലൻ, അവൻ്റെ കാര്യത്തിലും എനിക്ക് തെറ്റുപറ്റി. ആ സത്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കേണ്ടതായിരുന്നു. അത് ഞാൻ
പഠിക്കാത്തത് കൊണ്ടാണ് നീ ഇപ്പോഴും ഇതുപോലെ ഓരോ മണ്ടത്തരങ്ങളിൽ പോയി ചാടുന്നത്. പക്ഷെ നിന്റെ അരവിന്ദേട്ടന് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല മോളെ എന്ന് പറയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ശാരദ തിരിഞ്ഞു നോക്കുമ്പം അരവിന്ദനെ അവിടെ കാണുന്നു പോലുമില്ല. ഏകദേശം നമ്മുടെ ശാരദയ്ക്ക് കാര്യങ്ങളും മനസ്സിലാകുക. ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ശാരദ അപ്പോൾ ചോദിക്കാൻ കേട്ടോ അരവിന്ദനോട്. ഇതേ സമയം നമ്മുടെ കാവേരി അവിടെ പോയി കല്യാണ ആൾക്കാരെല്ലാം ഓടിച്ചു വിടാനായിട്ട് ചെല്ലാൻ തുടങ്ങുക. ഞാനങ്ങ് ചെല്ലട്ടെ, ഇപ്പം തന്നെ എല്ലാത്തിനും ആട്ടി ഇറക്കും എന്ന് പറയാം. അപ്പം അങ്ങോട്ട് അച്ചമ്മ കടന്നു വരിക. മോളെ ഗംഗെ, എൻ്റെ മോൾ ഒന്നുകൊണ്ട് സങ്കടപ്പെടരുത്. വിനീതുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കാൻ എത്ര തവണ അച്ചമ്മ പറഞ്ഞതാ. എന്നിട്ട് ഇങ്ങനൊരു അവസ്ഥ വന്ന് നിന്നല്ലോ. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയല്ലേ എൻ്റെ കുഞ്ഞ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഒന്നുമില്ലാതെ നിൽക്കുന്നേ എന്ന് ചോദിക്കാം. അച്ചമ്മ അവരെല്ലാവരും പോയോ എന്ന് അപ്പം കാവേരി ചോദിക്കും. അവരൊന്നും പോയിട്ടില്ല, എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ഞാനങ്ങ് ചെല്ലട്ടെ, എല്ലാത്തിനും ഇപ്പോൾ ഓടിച്ചു വിടും. വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് അച്ചമ്മ പറയൂട്ടോ. പോ അച്ചമ്മേ, ഞാൻ ഇപ്പം തന്നെ അവരോടെല്ലാം രണ്ടെണ്ണം പറഞ്ഞ് എല്ലാത്തിനെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടേ ഉള്ളൂ. നിന്നോടാ കാവേരി ഞാൻ പറഞ്ഞത് വേണ്ടെന്ന്. അതെന്താ അച്ചമ്മ അങ്ങനെ? ഇപ്പം നീ എന്തവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയാലും അതെല്ലാം നിന്റെ തലയിലേക്ക് ഇറങ്ങി തിരിഞ്ഞു വരുള്ളൂ. എൻ്റെ മോള് കുറ്റക്കാരിയാകാനായിട്ട് പോയി ചെന്ന് കയറി കൊടുക്കണ്ട. ശാരദ ഒറ്റ ഒരാളല്ലേ ഇതെല്ലാം വരുത്തി വെച്ചത്. അവൾ തന്നെ അതിന് പരിഹാരം കാണട്ടെ. എൻ്റെ ഗംഗമോളെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും ശാരദ എടുക്കില്ല. ഇനി എന്തേലും മണ്ടത്തരം അവൾ ചെയ്തു വെച്ചാൽ അവളുടെ അമ്മായിമ്മയായ ഞാനിവിടെ ഉണ്ട്. എൻ്റെ അരവിന്ദൻ എന്ത് തീരുമാനിക്കുമോ അതേ ഇവിടെ നടപ്പിലാക്കൂ. അത് നടപ്പിലാക്കാൻ ഈ രാധമ്മ ഇപ്പോഴും ജീവനോടുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഒന്നുകൊണ്ടും സങ്കടപ്പെടണ്ട എന്ന് പറയാണ് കേട്ടോ. അപ്പം അച്ചമ്മയുടെ വാക്കുകൾ കേട്ട നമ്മുടെ കാവേരി അടങ്ങി അവിടെ നിൽക്കുകയാണേ. ഇതേ സമയം ശാരദ നേരെ വിനീതിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. എന്നിട്ട് പറയും, മോനെ വിനീതേ, അമ്മായിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മായി? അമ്മായി ഈ കാര്യം ചോദിക്കുമ്പം എൻ്റെ മോൻ വേറൊന്നും വിചാരിക്കരുത്. നാണോ മാനോ ഉള്ള ആരും മോൻ്റെ അടുത്ത് വന്നത് ചോദിക്കത്തില്ല. പക്ഷെ ഒരു പെൺകുട്ടിയുടെ അമ്മ എന്ന നിലയിൽ എനിക്കിത് ചോദിച്ചേ പറ്റൂ. നിന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കണം ഗംഗയെന്നായിരുന്നു അരവിന്ദേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്കും അത് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾക്ക് നാട്ടും പുറത്തുനിന്നൊക്കെ മാറി കാശുള്ള വീട്ടിൽ മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കാനായിരുന്നു താല്പര്യം. അതുകൊണ്ട് അരവിന്ദേട്ടൻ്റെ ഇഷ്ടം അവൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ച് വെക്കാൻ അരവിന്ദേട്ടൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് നിന്നോട് വന്ന് അരവിന്ദേട്ടൻ കാര്യം പറഞ്ഞത് എന്ന് പറയണം കേട്ടോ. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ അമ്മായി? അമ്മായി എന്തിനാ വീണ്ടും ഇതൊക്കെ എന്നോട് പറയുന്നത്? അപ്പോൾ ശാരദയുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ നിവിനും ദേഷ്യം വരിക. വീണ്ടും വിനീതനെ വേദനിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. മോനെ, താഴത്തും തലയിലും വെക്കാതെയാ അവളെ ഞാനും അരവിന്ദേട്ടനും കൂടി വളർത്തിയത്. അവളുടെ ജീവിതം നശിച്ചു പോകുന്നത് കാണാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഞാനൊരു കാര്യം അമ്മായി ആവശ്യപ്പെട്ട എൻ്റെ പൊന്നുമോൻ അത് നടത്തി തരുമോ എന്ന് ചോദിക്കുക. എന്താ അമ്മായി, എന്താണേലും പറ എന്ന് പറയണം കേട്ടോ. എൻ്റെ ഗംഗയെ നിനക്ക് കല്യാണം കഴിക്കാവോ? അമ്മായി നിൻ്റെ കൈ പിടിച്ചത് തരാം. ഗംഗയുടെ കൈ പിടിച്ച് നിനക്ക് തന്നാൽ നീ അവളെ സന്തോഷത്തോടെ നോക്കുമോ? അപ്പം വിനീതൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു വരികയാണ് കേട്ടോ. ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ എത്ര കാലമായിട്ട് ഞാൻ കാത്തിരിക്കും അമ്മായി. അവൾ എൻ്റെ ജീവനല്ലേ, കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നോക്കിക്കോളാം. അമ്മായി സന്തോഷത്തോടെ അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മാത്രം മതി. എന്നെ കൈവിടില്ലല്ലോ അല്ലേ എന്ന് അപ്പം വീണ്ടും ചോദിക്കുക. ഇല്ല, അമ്മായിയുടെ തീരുമാനം അവിടെ പോയി അറിയിച്ചോളൂ, ഞാനുണ്ട് കൂടെ. അമ്മായി ഒന്നുകൊണ്ട് ഓർത്ത് സങ്കടപ്പെടണ്ട എന്ന് പറയണം കേട്ടോ. ഇതേ സമയം ജയപാലൻ കല്യാണ ചെറുക്കനെ വീട്ടുകാരെയൊക്കെ സമാധാനിപ്പിച്ച് അവിടെ നിർത്തുക. ഇതേ ശാരദ ഇപ്പം തന്നെ വരും എന്ന് പറയണം കേട്ടോ. വാ ശാരദ, തട്ടം കൈമാറി. ഇവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നീ കണ്ടില്ലേ? എന്തിൻ്റെ തട്ടം എന്ന് ചോദിക്കാം. ഇതെന്ത് സംസാരമാണ്? നമ്മുടെ ഗംഗയുടെ കല്യാണം നടത്തണ്ടേ? ഗംഗയുടെ കല്യാണം നടത്തണ്ട, അവളുടെ കല്യാണം വേണ്ടതുപോലെ നടത്താൻ ഞാനിവിടെ ഉണ്ടല്ലോ. തൽക്കാലം ഈ ബന്ധം വേണ്ട. ഇപ്പം തന്നെ ഇവരെയൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടോളൂ ജയപാലേട്ട എന്ന് പറയാം. നീ എന്ത് വർത്തമാനം ഈ പറയുന്നത്? ദേ, ഈ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഒരു കല്യാണം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ മോളുടെ കല്യാണം ഉറപ്പായിട്ട് നടക്കും. എൻ്റെ മരുമകൻ ഉണ്ടല്ലോ, അവൾ ഇവനെ കല്യാണം കഴിക്കും എന്ന് പറയാൻ കേട്ടോ. ആര്? വിനീതോ? വിനീതനെ കൊണ്ടാണോ നീ ഗംഗയെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നത്? എന്താ അവനൊരു കുഴപ്പം? അതിന് ഗംഗയ്ക്ക് ഇഷ്ടമാണോ ഈ ബന്ധം? എൻ്റെ മകളെ എൻ്റെ മരുമകനായ വിനീത് തന്നെ കല്യാണം കഴിക്കും. ഇവരോടൊക്കെ ഈ നിമിഷം ഇറങ്ങി പോകാനാണ് ഞാൻ പറഞ്ഞത്. ജയപാലേട്ടന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? അപ്പോൾ പെട്ടെന്ന് ചെറുക്കനും കൂട്ടർക്കും ഒക്കെ അങ്ങ് നാണക്കേടാവുക. ഞങ്ങളെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് തല താഴ്ത്തി നിർത്താനാണോ ജയപാല നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എത്ര നല്ല ബന്ധങ്ങൾ വന്നതാ എൻ്റെ മോന്. അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഈ കാട്ടുമുക്കിലെ ഈ പെണ്ണിനെ തന്നെ
കല്യാണം കഴിക്കാമെന്ന് വെച്ചത് നിന്റെ ഒറ്റ ഒരാളുടെ വാക്കിൻ്റെ പുറത്താ. അപ്പോൾ കാവേരിക്ക് ദേഷ്യം വരും. അമ്മ പറഞ്ഞത് കേട്ടല്ലോ, വീണ്ടും നിങ്ങൾ ഇവിടെ നിന്ന് എന്തിനാ സംസാരിക്കുന്നത്? ഇപ്പം തന്നെ ഇറങ്ങിക്കോണം. അങ്ങനെ നിങ്ങളുടെ മോന് കൊമ്പത്തെ ആലോചന വരുമെങ്കിലേ അത് നടത്താൻ മേലായിരുന്നോ? എന്തിനാ ഇങ്ങോട്ട് ബുദ്ധിമുട്ട് കയറി വന്നത് എന്ന് പറയാം. ദേ കാവേരി, നീ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് ജയപാലൻ പറയാം. ഓ, താനെന്നെ കൂടുതൽ പഠിപ്പിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് വാക്ക് തന്നതൊക്കെ ഈ നിൽക്കുന്ന മനുഷ്യനാണല്ലോ. 6 അടി ഉയരത്തിൽ നല്ല തണ്ടും തടിയായിട്ട് ഇയാളിവിടെ ജീവനോടെ നിൽക്കുന്നുണ്ടല്ലോ. ജയപാലൻ, ഇയാളോട് എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചോ. നിങ്ങളുടെ മകനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. കള്ളത്തരങ്ങൾ പറഞ്ഞ് ഈ കല്യാണം നടത്താൻ നോക്കിയതേ ഇയാളാ എന്ന് കാവേരി പറയണം കേട്ടോ. അപ്പം ശാരദ പറയും, എനിക്കിനി ഒന്നും സംസാരിക്കാനില്ല ജയപാലേട്ടാ. ഈ നിമിഷം തന്നെ ഇവരോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാ ഞാൻ പറഞ്ഞത് എന്ന് പറയാം. അങ്ങനെ നാണം കെട്ട് ചെറുക്കനും കൂട്ടരും അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. ശാരദ, നീ ഇപ്പം ചെയ്തത് വളരെ മോശമായി പോയി. ഈ കാവേരി പറയുന്നത് കേട്ടാണ് നീ കിടന്ന് തുള്ളുന്നതെങ്കിൽ ഗംഗയുടെ ജീവിതം അതോടുകൂടി അവസാനിക്കും. ആരുടെയും തീരുമാനത്തിൻ്റെ പുറത്തല്ല, ഇത് ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. എൻ്റെ മകളുടെ ജീവിതം ഒരു രണ്ടാം കെട്ടുകാരൻ്റെ കൂടെ ഹോമിക്കേണ്ട അവസ്ഥയൊന്നും അവൾക്കിപ്പോൾ തൽക്കാലം വന്നിട്ടില്ല എന്ന് ശാരദ പറയാണ് കേട്ടോ. എൻ്റെ മകന് വിനീതുണ്ടല്ലോ, ഇവനെ കൊണ്ടേ ഞാൻ കല്യാണം കഴിപ്പിക്കൂ എന്ന് പറയാം. ജയപാലേട്ടൻ ഇവനെക്കുറിച്ച് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൊട്ടനാണ്, ബുദ്ധിയില്ലാത്തവനാണെന്നൊക്കെ. അതൊക്കെ ഞാനും കേട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പെൺകുട്ടി ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയവനാ എൻ്റെ മരുമകൻ. പിന്നെ ഇവന് സമ്പത്തിന് ഇച്ചിരി കുറവുണ്ട്, അത് സാരമില്ല. ഞാനും എൻ്റെ മകളും അങ്ങ് സഹിച്ചോളാം. എൻ്റെ മോളെ പൊന്നു പോലെ ഇവൻ നോക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതോട് കേട്ട് അവിടുന്ന് ചേർത്തലക്കാരിറങ്ങി പോകുന്നത്. അപ്പം നമ്മുടെ ജയപാലനാണെങ്കിൽ പെട്ടെന്ന് അരവിന്ദിനൊത്തുള്ള തൻ്റെ ഫോട്ടോ അങ്ങ് എടുക്കുക. അരവിന്ദ, നീ കാണുന്നുണ്ടോ നിൻ്റെ കുടുംബത്തിലുള്ളവർ ജയപാലന് ഒരു സ്ഥാനവും നൽകുന്നില്ലെന്ന്? ഞാൻ കൊണ്ടുവന്ന ആലോചന വരെ നിഷ്കരണം അവർ തള്ളിക്കളഞ്ഞു. നിൻ്റെ രണ്ടാമത്തെ മകൾക്ക് പിന്നെ എന്നോട് എപ്പോഴും പുച്ഛമാണ്. അത് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇനിയും ജയപാലേട്ട ഇന്നെ ആവശ്യമുണ്ടെന്ന് ശാരദ വിളിച്ച അരവിന്ദ, ഞാൻ ഉറപ്പായിട്ടും കയറി വരും. ഈ കുടുംബം എൻ്റെ കുടുംബമാണ്. നീ എന്നെ ഇവരെ നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടടാ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇമോഷണലായിട്ട് ജയപാലൻ അരവിന്ദനോട് സംസാരിക്കുമ്പം ആ ഫോട്ടോയുടെ പിന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് ശാരദ കാണുക. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും അതിൻ്റെ അഭിമുഖമായിട്ട് നിന്നവരൊക്കെ കാണുവാണ് കേട്ടോ. അപ്പോൾ യമുന വന്ന് ശാരദയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കും, അമ്മേ, ഇത് അച്ഛൻ എഴുതിയതാണോ? ഇത് അച്ഛൻ്റെ കൈയക്ഷരം തന്നെ അല്ലേ? അതേ മോളെ, ഇത് ഉറപ്പായിട്ടും നിൻ്റെ അച്ഛൻ എഴുതിയതാ. ഞാനിത് കണ്ടതാ. അമ്മ ഇത് കണ്ടതാണോ എന്ന് വിനീത് അപ്പം ചോദിക്കുക. അതെ, പക്ഷെ ഞാനിത് വായിച്ചു നോക്കിയില്ല. നിൻ്റെ അമ്മായി ഒരു പൊട്ടിയാണെന്ന് ഇപ്പം നിനക്ക് ബോധ്യപ്പെട്ടില്ലേ വിനീതേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഇവരിത് എന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ ജയപാലൻ അത് തിരിച്ചു നോക്കുക. അപ്പം ചതിയനായ കൂട്ടുകാരൻ്റെ മുഖം എന്ന് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ജയപാലൻ വായിക്കുക. അത് എന്തോ അബദ്ധം പറ്റിയതാ, എന്നെ പറ്റിയൊന്നും അല്ലേ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ജയപാലൻ പറയാം. അപ്പോൾ കാവേരി പറയും, അച്ഛന് പറയാനുള്ളത് അച്ഛൻ കുറഞ്ഞ വാക്കുകളിൽ നിങ്ങളെപ്പറ്റി എഴുതി. ആട്ടുംതോലിട്ട ചെന്നായിയുടെ മുഖം എൻ്റെ അച്ഛൻ മനസ്സിലാക്കി. ആ വിഷമത്തിലാണ് ആ പാവം നെഞ്ച് തകർന്ന് മരിച്ചത്. എൻ്റെ അച്ഛൻ നിങ്ങളെ അത്രയേറെ സ്നേഹിച്ചിരുന്നടോ, ചതിയാ എന്ന് പറയണം കേട്ടോ. പെട്ടെന്ന് വിനീത് അങ്ങോട്ട് കയറി വരിക. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ തൽക്കാലം ജയപാലങ്ങളുടെ ആവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ മൂത്ത മരുമകനായിട്ട് ഈ വിനീത് ഇന്നു മുതൽ ഇവിടെ ഉണ്ട്. എന്നോട് അങ്കിൾ എന്താ പറഞ്ഞത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു കാര്യസ്ഥൻ്റെ ജോലി ചെയ്ത് ഞാനിവിടെ ഉണ്ടാവണമെന്നല്ലേ? കാര്യസ്ഥൻ്റെ മാത്രമല്ല, ഇനി വീട്ടുകാരൻ്റെ ജോലി ചെയ്ത് ഈ വിനീത് ഇവിടെ ഉണ്ടാകും. അങ്കിള് കൂടുതൽ സഹായഹസ്തമായിട്ട് ഇങ്ങോട്ട് വരണ്ട. എന്നിട്ട് പയ്യെ ജയപാലനെ അടുപ്പിച്ച് ചെവിയോർത്ത് നിർത്തിയിട്ട് പറയും, ഇറങ്ങിപ്പോടാ പന്നെ ഈ വീട്ടിൽ നിന്ന് എന്ന് പറയണം കേട്ടോ. മോനെ വിനീതേ, നീ കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ജയപാലനെ നിനക്കറിയില്ല, നിന്റെ അങ്കിൾ അരവിന്ദ് കണ്ട ആളൊന്നുമല്ല ഈ ജയപാലൻ. അരവിന്ദനെ കണ്ടോ? ജയപാലൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കും അങ്ങ് പരലോകത്തേക്ക് പോകേണ്ടി വന്നു. അതേ അവസ്ഥ എൻ്റെ പൊന്നുമോനും വരും. അങ്കിള് കളി തുടങ്ങിയാൽ എൻ്റെ മോനൊന്നും പിന്നെ അത് താങ്ങിയേല എന്ന് പറയാം. ഓ ആയിക്കോട്ടെ, ഞങ്ങളിവിടെ തന്നെയൊക്കെ കാണുമല്ലോ അങ്കിളെ എന്ന് പറയണം കേട്ടോ. അങ്ങനെ ജയപാലൻ നാണം കെട്ടുന്ന അവിടെ നിന്ന് ഇറങ്ങുകയാണേ. അപ്പോൾ ശാരദ പറയും, ജയപാലേട്ടനെ ഞാൻ കണ്ടത് എൻ്റെ സ്വന്തം ആങ്ങളുടെ സ്ഥാനത്താണ്. പക്ഷേ നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ചതിക്കുമായിരുന്നല്ലേ? എൻ്റെ അരവിന്ദേട്ടനെയും ചതിച്ചു. ശാരദെ, നീ ആവശ്യമില്ലാത്തതൊന്നും പറയരുത്. ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എണ്ണിയാൽ നിനക്ക് മനസ്സിലാകും ആരുടെ ഭാഗത്താണ് ന്യായമെന്ന്. ഞാനും തിരിച്ച് കൂടുതൽ സംസാരിച്ചാൽ ജയപാലേട്ടന് യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും. അത് ഞാൻ ചെയ്യാത്തതേ എൻ്റെ അരവിന്ദേട്ടൻ നിങ്ങളെ പ്രാണനെ പോലെ സ്നേഹിച്ചതുകൊണ്ടാണ്. ആ മനുഷ്യൻ്റെ തന്നെ മരണത്തിന് നിങ്ങൾ കാരണമായല്ലോ. ദയവ് ചെയ്ത് ഇനി ഞങ്ങളെ സഹായിക്കാനായിട്ട് ഇങ്ങോട്ട് വരരുത് എന്ന് ശാരദയും പറയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ